യു കെയിൽ ഒരു എംപ്ലോയർക്ക് കീഴിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാൻഡേറ്ററി ട്രെയിനിങ്സ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിലും പാർട്ട് ടൈം സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് റോൾ ആണെങ്കിലും ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആൾ 0 അവർ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ചില പ്രത്യേക റോൾസ് ചെയ്യണമെങ്കിൽ ചില സ്ഥലത്ത് ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ട്രെയിനിങ്സ് ചെയ്യേണ്ടി വരും. ഇത്തരം ട്രെയിനിങ്ങുകൾ ചെയ്യുമ്പോൾ അതായത് ഓക്കെ ഞാൻ നിനക്ക് ജോലി തന്നു, സോ ഈ ട്രെയിനിങ്ങിന് നീ ഒരു 200 പൗണ്ട് എനിക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ ഈസ് ഇൻ ട്രബിൾ ബിക്കോസ് എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു എംപ്ലോയിക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നതും ആ ട്രെയിനിങ് പെയ്ഡ് ആക്കേണ്ടതും ഉള്ളത്. സോ ആസ് ഓഫ് എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആക്ട് 1996 സെക്ഷൻ 27 ക്ലോസ് 1 ക്ലോസ് എ പ്രകാരം എംപ്ലോയറിന് ഇല്ലീഗലി ഒരിക്കലും യു പേ മീ ദിസ് ദെൻ യു ഗോണ ഗെറ്റ് too many shifts so you gonna get this job എന്ന് പറയാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ എംപ്ലോയർക്ക് ഒരിക്കലും എംപ്ലോയീസിന്റെ വേജസിൽ നിന്ന് ട്രെയിനിങ് എന്നും പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഡിഡക്ട് ചെയ്യാനും പറ്റത്തില്ല ബിക്കോസ് ഇറ്റ്സ് ഇല്ലീഗൽ ആസ് ഓഫ് സെക്ഷൻ 27 ക്ലോസ് 1 ക്ലോസ് എ ഓഫ് ദിസ് ആക്ട് എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആക്ട് 1996. And also according to national minimum wage regulations 2015 എന്തെങ്കിലും ഒരു ട്രെയിനിങ് അത് ആ ജോലിക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ട്രെയിനിങ് ആണെങ്കിൽ ആ ട്രെയിനിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത് ആ ട്രെയിനിങ് പീരീഡിനെ കൺസിഡർ ചെയ്യുന്നത് വർക്കിംഗ് അവേഴ്സ് ആയിട്ടാണ്. സോ ഈ വർക്കിംഗ് അവേഴ്സിന് മിനിമം സാലറി എങ്കിലും മിനിമം ആ ഒരു ടൈമിൽ മിനിമം വേജസ് എത്രയാണോ ആ വേജസ് ആണ് പെർ അവർ കൊടുക്കേണ്ടത്. സോ കീപ് ദിസ് ഇൻ മൈൻഡ്. ഏതെങ്കിലും എംപ്ലോയർ നിങ്ങളോട് പേ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ്സ് എൻ ഇല്ലീഗൽ ആക്ട് ആൻഡ് ഡോണ്ട് ഗെറ്റ് ഇൻ ട്രബിൾ. താങ്ക് യു.